Dear friends, മാത്സ് ആസ്പിരൻസ് ഗ്രൂപ്പ്സ് കേരളത്തിലെ അവസാന വർഷ ഗണിതശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ജാം പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷന് സഹായിക്കുന്ന രീതിയിൽ നടത്തുന്ന ക്ലാസ്സുകളിൽ ഇന്ന് നമ്മുടെ കൂടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറായിട്ടുള്ള ശ്രുതിയാണ് ഉള്ളത്. ശ്രുതി ഇതിനു മുന്നേ നമുക്കൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് തിയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. സോ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ശ്രുതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പ് തിയറി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ പറഞ്ഞു. ദെൻ ഗ്രൂപ്പിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് റിഫ്രഷ് ചെയ്യാൻ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഗ്രൂപ്പ് ജി ഇഫ് എ ഇസ് നോട്ട് എൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ദെൻ വിച്ച് വൺ ഇസ് നോട്ട് പോസിബിൾ? ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി. ബി. റീസൺ കൂടി പറയാം. എ സ്ക്വയർ ബി എന്ന് പറയുന്നത് എ ഇൻറ്റു എ ബി ആണല്ലോ. ഓക്കെ, അപ്പൊ എ ഇൻറ്റു എ ബി വരുന്നു എന്നാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് യുണീക്ക് ആയതുകൊണ്ട് എ ഐഡന്റിറ്റി ആണെന്നാണല്ലോ അർത്ഥം. ഓക്കെ, എ ഐഡന്റിറ്റി ആയാൽ മാത്രമേ എ സ്ക്വയർ ബി ഈക്വൽ ടു എ ബി വരുള്ളൂ. എ നോട്ട് ഈക്വൽ ടു ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എ സ്ക്വയർ ബി ഈക്വൽ ടു എ ബി പോസിബിൾ അല്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബൈനറി ഓപ്പറേഷൻ ഓൺ എ സെറ്റ് എസ് ഈസ് a subset of S cross S, a function from S to R, a function from S to S, a function from S cross S to S. A function from S cross S to Binary operation is a function from S cross S to S. Then next question, which of the following property is satisfied in a group G? B. B. For C belongs to G, AB equal to AC implies B equal to C. The left cancellation law, group in the cancellation law hold ചെയ്യുന്നു. ഇനി നമുക്ക് ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് സബ് ഗ്രൂപ്പ് എന്താണ്, ദെൻ അബീലിയൻ ഗ്രൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പായിട്ടുള്ള സിമെട്രിക് ഗ്രൂപ്പ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമെട്രിക് ഗ്രൂപ്പ് എല്ലാവരും പഠിച്ചു കാണും അല്ലേ? സിമെട്രിക് ഗ്രൂപ്പ് a permutation group of a set A is a function, a permutation of a set A is a function from A to A that is both 1 to 1 and on to. അതറിയാം, നമുക്ക് ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്തില്ല 1 1 ആൻഡ് ഓൺ ടു ആയിട്ടുള്ള ഫങ്ഷൻസിനെയാണ് പെർമ്യൂട്ടേഷൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ സപ്പോസ് നമ്മുടെ സെറ്റ് എക്ക് അകത്ത് n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് n ആൽഫബറ്റ്സ് ആയിക്കോട്ടെ, n നമ്പേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, ഇൻ ജനറൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് n നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് അതിനെ കൗണ്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഫസ്റ്റ് എലമെൻറ്റിനെ 1, സെക്കൻഡ് എലമെൻറ്റിനെ 2, അങ്ങനെ nth എലമെൻറ്റിനെ n വിളിക്കുകയാണെങ്കിൽ നമുക്ക് ജനറലി എ എന്ന് പറയുന്നത് n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിനെ സെറ്റ് 1 2 3 എക്സെട്ര എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഈ എയിൽ നിന്ന് എയിലേക്ക് തന്നെയുള്ള 1 1 on 2 ഫങ്ഷൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ സെറ്റ് ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓൺ എ എന്ന് വിളിക്കുന്നത്. ഇനി അണ്ടർ ഫങ്ഷൻ കോമ്പോസിഷൻ ഇതൊരു ഗ്രൂപ്പ് ആകുന്ന നിങ്ങൾ പഠിച്ചു കാണും. അതിനെയാണ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സിമെട്രിക് ഗ്രൂപ്പ് ഓഫ് ഡിഗ്രി n Sn എന്ന് വിളിക്കുന്നത്. ഓക്കെ ശ്രുതി, സാർ, വീഡിയോ വേണമെങ്കിൽ ഇനി ഡിസ്കഷൻ്റെ ടൈമിൽ ഓൺ ആക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിൽ ചെറിയ എന്തോ പ്രശ്നങ്ങളുണ്ട് തോന്നുന്നു. ഓക്കെ സാർ, ഇപ്പോൾ ഓക്കെ ആണ് സാർ? യെസ് യെസ് ഓക്കെ ആണ്.
എസ് എന്നിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരിക്കും. ഞാൻ ജസ്റ്റ് ഇത് ഈ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസിലോട്ട് ഒന്ന് പോയപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാമെന്ന് കരുതി. അതാണ് സിമെട്രി ഗ്രൂപ്പ് ചൂസ് ചെയ്തത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ സിമെട്രി ഗ്രൂപ്പ് എസ് എൻ എന്താണെന്ന് പറഞ്ഞു. ദെൻ ഇനി ജനറലി എസ് എന്നിലുള്ള ഒരു എലമെൻറ്റിനെ ഒരു പെർമ്യൂട്ടേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ ഈക്വൽ ടു ഇങ്ങനെ ഒരു ഫോമിലാണ്. ഫസ്റ്റ് റോയിൽ നമ്മൾ 1 2 3 എസ് എൻ ആണെങ്കിൽ 1 2 3 അപ് ടു എൻ എഴുതും. ദെൻ സെക്കൻഡ് എലമെൻറ്റിൽ 1ന് താഴെയായിട്ട് 1നെ ഈ ആൽഫ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ദറ്റ് ഇസ് ആൽഫ ഓഫ് 1, ദെൻ ആൽഫ ഓഫ് 2 എക്സെട്ര ആൽഫ ഓഫ് എൻ. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എസ് എന്നിൽ എത്ര എലമെൻറ്റ്സ് വരാമെന്ന് നോക്കാം. അതായത് n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിൽ നമുക്ക് എത്ര പെർമ്യൂട്ടേഷൻസ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ 1ൻ്റെ ഇമേജ് ആയിട്ട് വരണം ഈ സെറ്റ് 1 2 3 എക്സെട്ര എന്നിൽ നിന്ന് 1 2 3 എക്സെട്ര എന്നിലോട്ടുള്ള 1 1 on to ഫംഗ്ഷനാണ് ആൽഫ. സോ ആൽഫ ഓഫ് 1 എന്ന് പറയുന്നത് 1 വരാം, 2 വരാം, അങ്ങനെ n വേണമെങ്കിലും വരാം. സോ ആൽഫ ഓഫ് 1ന് n പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. വൺസ് നമ്മൾ ഈ ആൽഫ ഓഫ് 1 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സെക്കൻഡ് ആൽഫ ഓഫ് 2ക്ക് വരാവുന്ന പോസിബിലിറ്റീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് n-1 ആയിരിക്കും. ദെൻ ആൽഫ ഓഫ് 3ക്ക് n-2, അങ്ങനെ ആൽഫ ഓഫ് n എത്തുമ്പോൾ അതിന് ഒരേ ഒരു പോസിബിലിറ്റി മാത്രമേ ബാക്കി വരുന്നുണ്ടാവുള്ളൂ. സോ അങ്ങനെ ഇത്തരത്തിൽ എത്ര ആൽഫ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം n ഇൻറ്റു n-1 ഇൻറ്റു എക്സെട്ര 2 ഇൻറ്റു 1, ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ആയിരിക്കും എസ് എന്നിൽ വരാൻ പോകുന്നത്. ഓർഡർ ഓഫ് എസ് എൻ, ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് ഗ്രൂപ്പാണ്. സോ ഓർഡർ ഓഫ് എസ് എൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണെന്ന് കാണും. പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിലത്തെ ഏത് പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ അതിനെ പെർമ്യൂട്ടേഷനായിട്ട് എഴുതാതെ അതിനെ സൈക്കിൾ ഫോമിലേക്കാണ് എക്സ്പ്രസ് ചെയ്യാറ് അല്ലേ. ഏത് ഓക്കെ, സൈക്കിൾ എന്താണെന്ന് നോക്കാം. കോഷീസ് സൈക്കിൾ നൊട്ടേഷൻ ഫോർ പെർമ്യൂട്ടേഷൻ. സപ്പോസ് കൺസിഡർ ദി പെർമ്യൂട്ടേഷൻ ആൽഫ ഈക്വൽ ടു 1 2 3 4 5 6 വിത്ത് their images 5 3 1 6 2 4. ദെൻ ഇതിനെ സൈക്കിൾ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 1ൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 1ൻ്റെ ഇമേജ് അടുത്ത എലമെൻ്റ് ആയിട്ട് എഴുതും 5. ദെൻ 5നെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് 2, അതിന് നെക്സ്റ്റ് 5ന് നെക്സ്റ്റ് ആയിട്ട് എഴുതും. ദെൻ 2നെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് 3ലോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ബട്ട് 3യുടെ ഇമേജ് ആയിട്ട് വരുന്നത് 1 ആണ്. 1 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. സോ ഇവിടെ ഈ സൈക്കിൾ കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് സൈക്കിൾ ഇതിൽ വരാത്ത നമ്പർ ഏതാണെന്ന് നോക്കാം. ഓക്കെ, 4 ഇതിൽ വന്നിട്ടില്ല. സോ നമുക്ക് 4ൽ സ്റ്റാർട്ട് ചെയ്യാം. 4ൻ്റെ ഇമേജ് 6 ആണ്. ദെൻ 6ൻ്റെ ഇമേജ് അഗെയിൻ 4 ആണ്. സോ ആ സൈക്കിളും അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ഈ 1 5 2 3 ഇതിനെയാണ് സൈക്കിൾ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 2 സൈക്കിൾസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഏത് പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാലും അതിനെ ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ എസ് എന്നിൽ വരുന്ന എലിമെൻസിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പറയുന്നത് അതിനെ പെർമ്യൂട്ടേഷനായിട്ട് വെച്ചിട്ടല്ല, അതിന് സൈക്കിൾ ഫോമിലേക്ക് മാറ്റിയിട്ട് ആ സൈക്കിളിൻ്റെ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്തിട്ടാണ് കറസ്പോണ്ടിങ് പെർമ്യൂട്ടേഷൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1 5 2 3 ഈ സൈക്കിളിൽ 4 നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആണെന്ന് പറയും. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ സൈക്കിൾ ആയിരിക്കും ലെങ്ത് ഓഫ് ദാറ്റ് സൈക്കിൾ. ദാറ്റ് ഈസ് ഇഫ് A1 A2 എക്സെട്ര AM ഇസ് കോൾഡ് എ സൈക്കിൾ ഓഫ് ലെങ്ത് M. ഇനി സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ലെറ്റ് ആൽഫ ഈക്വൽ ടു cycle 1 3 into cycle 2 7 into cycle 4 5 6 into 8. Beta equal to cycle 1 2 3 7 into cycle 6 4 8 into 5. Then alpha beta. ഇവിടെ ആക്ച്വലി ആൽഫ കോമ്പോസിഷൻ ബീറ്റയാണ്. സോ നമ്മൾ ആദ്യം റൈറ്റിൽ നിന്നാണ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്, ദെൻ ലെഫ്റ്റിലോട്ടേക്ക് വരും. അപ്പോൾ ഇവിടെ
ആൽഫ ബീറ്റയുടെ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട്, അതായത് ഏത് നമ്പറിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സപ്പോസ് 1 സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോൾ 1 നമ്മൾ ഫസ്റ്റ് എഴുതി, ആൽഫ ബീറ്റ പ്രൊഡക്റ്റ് ഈക്വൽ ടു 1 എഴുതി സൈക്കിളിൽ. ദെൻ നോക്കുക 1 ഈ റൈറ്റ് മോസ്റ്റ് എലമെന്റ് എങ്ങോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 1 ഇല്ല. ദാറ്റ് മീൻസ് ദിസ് സൈക്കിൾ ഫിക്സസ് 1. ഇനി ഇവിടെ നോക്കുകയാണെങ്കിലും ഇവിടെയും 1 വന്നിട്ടില്ല. സോ ദിസ് സൈക്കിൾ ഓൾസോ ഫിക്സസ് 1. Then this cycle, ഇതിൻ്റെ അകത്ത് 1 mapped to 2. That is cycle 1237 sends 1 to 2. നമ്മൾ 2 എഴുതരുത്. അഗെയിൻ നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് വരെ എത്തണം. 1 to 2 വന്നു. ദെൻ ഇനി നോക്കേണ്ടത് 2നെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ സൈക്കിൾ 8 മാപ്സ് 2 to 2. ഇവിടെ 2നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ 4, 5, 6 അഗെയിൻ ഫിക്സസ് 2. Then here 2 sends to 7. ഇനി നമുക്ക് 7 നോക്കാം. 7 1 3 എന്ന് പറയുന്ന സൈക്കിൾ 7നെ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയി. സോ 1 കഴിയാൻ നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഇതേ രീതിയിൽ ഇനി നമുക്ക് നോക്കേണ്ടത് 7ന്റെ ഇമേജ് എന്ത് വരുന്നുള്ളതാണ്. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഹിയർ 7 വരുന്നില്ല, ഇവിടെയാണ് 7 വരുന്നത്. So 7 is mapped to 1. Then 1 എവിടെയാണ് വരുന്നത് നോക്കാം. 1 ഇവിടെയാണ് വരുന്നത്. 1 mapped to 3 ആണ്. So 1, 7, 3. 3 പൊസിഷൻസ് നമുക്ക് കിട്ടി. ദെൻ 3യുടെ ഇമേജ് നോക്കണം. 3 വരുന്നത് ഇവിടെയാണ്. 3 to 7. Then 7 to 2. 2 to 2. സോ നമുക്ക് ഈ രീതിയിൽ എഴുതുകയാണെങ്കിൽ 1, 7, 3, 2 വരും. ദെൻ 2 നോക്ക്. എഗെയിൻ 2ന്റെ ഇമേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ഇല്ല. ഇവിടെ 2 to 3. ദെൻ 3 വരുന്നത് ഇവിടെയാണ്. 3 to 1. പക്ഷെ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത സൈക്കിളിൽ ഓൾറെഡി 1 ഉണ്ടായിരുന്നു. സോ ഈ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലില്ലാത്ത ഒരു എലമെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 1732 ഇൻറ്റു 48 ഇൻറ്റു 56. ഇത് ക്ലിയർ ആണോ? സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് എടുക്കുന്നത് ക്ലിയർ ആണോ? അതെ. പെർമ്യൂട്ടേഷൻസിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. എവറി പെർമ്യൂട്ടേഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിന്റ് സൈക്കിൾസ്. ഏത് പെർമ്യൂട്ടേഷൻ തന്നു കഴിഞ്ഞാലും നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എനി 2 ഡിസ്ജോയിന്റ് സൈക്കിൾസ് കമ്മ്യൂട്ട്. അതായത് ഇപ്പോൾ ആൽഫ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ A1, A2 എക്സെട്ര AM ആണ്. ബീറ്റ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ B1, B2 എക്സെട്ര BN ആണ്. സച്ച് ദാറ്റ് AI നോട്ട് ഈക്വൽ ടു BJ ഫോർ എനി I ആൻഡ് J. ഇവിടെയുള്ള ഒരു എലമെന്റും ഇവിടെ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻസ് ആണെങ്കിൽ, സൈക്കിൾസ് ആണെങ്കിൽ, ആൽഫ ബീറ്റ വിൽ ബി ഈക്വൽ ടു ബീറ്റ ആൽഫ ആയിരിക്കും. ദെൻ തേർഡ് പ്രോപ്പർട്ടി, ഓർഡർ ഓഫ് എ പെർമ്യൂട്ടേഷൻ. ഒരു പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ ആക്ച്വലി ഒരു എലമെന്റിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ആ എലമെന്റിന്റെ ഏത് പവറാണോ ഐഡന്റിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും ആ എലമെന്റിന്റെ ഓർഡർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് order of an element A is the least positive integer n such that A raised to n equal to identity. ഇപ്പോൾ പെർമ്യൂട്ടേഷൻ ഒരു സിഗ്മ എന്ന് പറഞ്ഞൊരു പെർമ്യൂട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ റേസ് ടു n ഈക്വൽ ടു ഐഡന്റിറ്റി നമുക്ക് ഫസ്റ്റ് എപ്പോഴാണോ കിട്ടുന്നത് ആ n ആയിരിക്കും അതിൻ്റെ ഓർഡർ ആയിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ വലിയ ലെങ്ത്തുള്ള പെർമ്യൂട്ടേഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ ഇതുപോലെ എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കുറേ ടൈം കൺസ്യൂമിംഗ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറയുന്നത് ഓർഡർ ഓഫ് എ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ആ പെർമ്യൂട്ടേഷനെ നമ്മൾ ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ദെൻ ഈ സൈക്കിൾസിന്റെ ലെങ്സിന്റെ LCM ആയിരിക്കും ആ പെർമ്യൂട്ടേഷന്റെ ഓർഡർ. സപ്പോസ് നമുക്ക് സിഗ്മ എന്ന് പറയുന്ന ഒരു ഇവിടെ ചെയ്ത് ഈ ആൽഫ ബീറ്റ ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ആൽഫ ബീറ്റ എന്തായിരിക്കും? പറഞ്ഞത് ഈ സൈക്കിൾസിന്റെ ലെങ്സിന്റെ LCM ആയിരിക്കും ആൽഫ ബീറ്റയുടെ ഓർഡർ. ഫസ്റ്റ് സൈക്കിളിന്റെ ലെങ്ത് 4 ആണ്, ദെൻ 2 ആണ്, ദെൻ 2 ആണ്. സോ ഓർഡർ ഓഫ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അതായത് ആൽഫ ബീറ്റ റേസ് ടു 4 ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടൈം ഐഡന്റിറ്റി കിട്ടാൻ പോകുന്നത്. ഇനി ഈ സൈക്കിൾ ഫോമിൽ എഴുതുമ്പോൾ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഏത് സൈക്കിളിനെയും നമുക്ക് എഗെയിൻ ഡീകമ്പോസ് ചെയ്തിട്ട് 2 സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. 2 സൈക്കിൾസിനെയാണ് ട്രാൻസ്പോസിഷൻസ് എന്ന് വിളിക്കുന്നത്. അതിപ്പോൾ 1732 എന്ന് പറയുന്ന ഒരു സൈക്കിൾ നമുക്ക് ഉണ്ടെങ്കിൽ ഇതിനെ എഗെയിൻ എന്ത് ചെയ്യാം? ലെങ്ത് 2 ഉള്ള കുറേ സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അതായത് ഇവിടെ വരാൻ പോകുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 13 ഇൻറ്റു 17 ഫോമിൽ എഴുതി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് 1732 കിട്ടും. അപ്പോൾ ഈ 12, 13, 17 ഈ ഓരോ ലെങ്ത് 2 ഉള്ള സൈക്കിൾസിനെ നമ്മൾ ട്രാൻസ്പോസിഷൻസ് ആണ് വിളിക്കുക. അടുത്ത പ്രോപ്പർട്ടി പറയുന്നത് സൈക്കിളിനെ ട്രാൻസ്പോസിഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഇൻ എഫക്ട് നമുക്ക് ഏത് പെർമ്യൂട്ടേഷനെയും എന്ത് ചെയ്യാം? ട്രാൻസ്പോസിഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ ഒരു പെർമ്യൂട്ടേഷന്റെ ഡീകമ്പോസിഷനിൽ എത്ര ട്രാൻസ്പോസിഷൻസ് വന്നിട്ടുണ്ടോ അതിന്റെ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ഈവൺ ആണോ ഓഡ് ആണോ നോക്കിയിട്ട് കറസ്പോണ്ടിങ് പെർമ്യൂട്ടേഷനെ നമുക്ക് ഈവൺ ഓഡ് പെർമ്യൂട്ടേഷൻ വിളിക്കാം. അതായത് ഒരു പെർമ്യൂട്ടേഷനെ നമ്മൾ ട്രാൻസ്പോസിഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയപ്പോൾ സപ്പോസ് ദർ ആർ 4 ട്രാൻസ്പോസിഷൻസ്, 4 ഈവൺ ആയതുകൊണ്ട് നമുക്ക് പറയാം കറസ്പോണ്ടിങ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഈവൺ പെർമ്യൂട്ടേഷൻ ആണെന്ന് പറയും. സപ്പോസ് ദർ ആർ 5 ട്രാൻസ്പോസിഷൻസ് in the decomposition, then we can say that the order of the permutation, even permutation is an odd permutation. Okay, so transpositions and എണ്ണം വെച്ചിട്ട് ഒരു പെർമ്യൂട്ടേഷനെ ഈവൺ ഓഡ് അങ്ങനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് G be an element of S7 such that G commutes with the element 2643. Then the number of such G's ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് നോക്കാം. C of sigma, centralizer of a permutation. സിഗ്മ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വേണ്ടത് S7 ആയതുകൊണ്ടാണ് ഞാൻ S7 എഴുതിയത്. ഫോർ എനി എൻ നമുക്ക് Sn ഒരു എലമെന്റിന്റെ സെൻട്രലൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻട്രലൈസർ സിമെട്രിക് ഗ്രൂപ്പിന് മാത്രമല്ല നമുക്ക് ഏത് ഗ്രൂപ്പിലും സെൻട്രലൈസർ ഡിഫൈൻ ചെയ്യാം. സെൻട്രലൈസർ ഓഫ് എൻ എലമെന്റ് C of sigma equal to set of all G belongs to S7 such that G sigma equal to sigma G. അതായത് നമ്മൾ ചൂസ് ചെയ്ത സിഗ്മയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എല്ലാ എലമെന്റ്സിൻ്റെയും കളക്ഷനാണ് സെൻട്രലൈസർ ഓഫ് ദാറ്റ് എലമെന്റിൽ വരാൻ പോകുന്നത്. ഇവിടെ സിഗ്മയാണ് നമ്മൾ ചൂസ് ചെയ്തത്. സോ സിഗ്മയായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എല്ലാ ജികളും ചേർന്നതാണ് ഈ C of sigma എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് നോക്കാവുന്നത് C of sigma എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് കോൺജുഗസി ക്ലാസ് ഓഫ് സിഗ്മ. കോൺജുഗസി ക്ലാസ് ഓഫ് സിഗ്മ ഡിഫൈൻ ചെയ്യുന്നത് CL of sigma ഈക്വൽ ടു ഇതാണ്. കുറച്ചുകൂടി ഇത് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആണ് സാധ്യത. സോ നമുക്ക് ഈ ഡെഫിനിഷൻ നോക്കാം. CL of sigma ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ eta inverse sigma eta such that eta belongs to S7. അപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പാണോ എടുക്കുന്നത് ആ ഗ്രൂപ്പിലത്തെ ഓരോ എലമെന്റ് വെച്ചിട്ട്
ഒരു പെർട്ടിക്കുലർ എലമെന്റ് ഈറ്റ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈറ്റ ഇൻവേഴ്സ് ഇൻറ്റു സിഗ്മ ഇൻറ്റു ഈറ്റ, ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന എലമെന്റ്സിന്റെ കളക്ഷനാണ് CL ഓഫ് സിഗ്മ എന്ന് പറയുന്നത്. ആക്ച്വലി കോൺജുഗസി ക്ലാസ് ഓഫ് സിഗ്മ ഡിഫൈൻ ചെയ്യുന്ന ഒരു കോൺജുഗസി റിലേഷൻ ഡിഫൈൻ ചെയ്ത് അത് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിച്ച് അതിൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ് CL ഓഫ് സിഗ്മ ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ CL ഓഫ് സിഗ്മയും C ഓഫ് സിഗ്മയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി. ഇനി ഒരു റിസൾട്ട് ഉള്ളത് ഓർഡർ ഓഫ് കോൺജുഗസി ക്ലാസ് ഓഫ് സിഗ്മ ഈക്വൽ ടു ഓർഡർ ഓഫ് S7 ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് സെൻട്രലൈസർ ഓഫ് സിഗ്മ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് C ഓഫ് സിഗ്മയുടെ ഓർഡറാണ്. സിഗ്മയായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഓർഡറാണ്, ആ കളക്ഷൻ്റെ ഓർഡറാണ് വേണ്ടത്. അപ്പോൾ ഇതിന് ഈ കോൺജുഗസി ക്ലാസ് പറയാൻ കാര്യം ഈ ഫോമുല വെച്ചിട്ട് നമുക്ക് ഓർഡർ ഓഫ് C ഓഫ് സിഗ്മ കണ്ടുപിടിക്കാൻ ഓർഡർ ഓഫ് S7 ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് CL ഓഫ് സിഗ്മ ചെയ്താൽ മതി. അപ്പോൾ CL ഓഫ് സിഗ്മയുടെ ഓർഡറാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. SNലുള്ള ഒരു പെർമ്യൂട്ടേഷൻ ആൽഫ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആൽഫ എന്ത് ചെയ്യാം, ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. സപ്പോസ് ഈ ആൽഫയുടെ ആ ഡീകമ്പോസിഷനിൽ നമുക്ക് കിട്ടുന്ന സൈക്കിൾസിൻ്റെ ലെങ്ത്സ് എന്ന് പറയുന്നത് K1, K2 എക്സെട്ര KL ആണെന്ന് കരുതുക. അവർ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് ചെയ്തത്. K1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു KL. അങ്ങനെയാണെങ്കിൽ ഈ ഓർഡേഴ്സിൻ്റെ ഈ ലെങ്സിൻ്റെ സൈക്കിൾസിൻ്റെ ലെങ്സിനെ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സൈക്കിൾ ടൈപ്പ് ഓഫ് ആൽഫ എന്ന് വിളിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരുടെ ഈ സം എന്ന് പറയുന്നത് KIസിൻ്റെ സം എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് എന്നായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ S7ലുള്ള ഒരു പെർമ്യൂട്ടേഷനെ നമ്മൾ ഡീകമ്പോസ് ചെയ്തു. S7ലുള്ള ഒരു പെർമ്യൂട്ടേഷൻ നമ്മൾ ഡീകമ്പോസ് ചെയ്യാണ്. ഒരു 3 സൈക്കിളും ഒരു 4 സൈക്കിളും ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഒരു 3 സൈക്കിളും ഒരു 4 സൈക്കിളേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ 3 സൈക്കിളിൻ്റെ ലെങ്ത് 3 ആണെന്നറിയാം, 4 സൈക്കിളിൻ്റെ ലെങ്ത് 4 ആണെന്നറിയാം. 3 + 4 നമുക്ക് എന്ത് കിട്ടണം, 7 കിട്ടണം. അതായത് ആ SNലെ N എത്രയാണോ ആ Nനെ ഡീകമ്പോസ് ചെയ്തിട്ടാവും സൈക്കിൾസിൻ്റെ ലെങ്ത്സ് വരാൻ പോകുന്നത്. അത്ര ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് പറയാൻ കാര്യം കോൺജുഗസി ക്ലാസസ് ഓഫ് എനി SN ആർ ഡിറ്റർമൈൻഡ് ബൈ സൈക്കിൾ ടൈപ്പ്. ഈ സൈക്കിൾ ടൈപ്പ് വെച്ചിട്ടാണ് കോൺജുഗസി ക്ലാസ്സിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതെങ്ങനെ നോക്കാം. ഓക്കെ, ഇവിടെ സപ്പോസ് നമ്മുടെ സിഗ്മ പെർമ്യൂട്ടേഷന് നമ്മൾ α1 റേസ് ടു K1, α2 റേസ് ടു K2 എക്സെട്ര αL റേസ് ടു KL ഈ രൂപത്തിൽ ഡീകമ്പോസ് ചെയ്തെന്ന് വരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സിഗ്മയെ ഒരു 3 സൈക്കിളും ഒരു 4 സൈക്കിളുമായിട്ടാണ് ഡീകമ്പോസ് ചെയ്തത്. സോ ഇതിനെ നമുക്ക് ഈക്വൽ ടു 3 സൈക്കിൾ 4 സൈക്കിൾ ഇങ്ങനെ 3⁻1 4⁻1 ആ ഫോമിൽ എഴുതാം. ഒരു 3 സൈക്കിൾ ലെങ്ത് 3ലുള്ള എത്ര സൈക്കിൾ ഉണ്ട് അതാണ് 3യുടെ പവറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ α1 ലെങ്ത്തിലുള്ള എത്ര സൈക്കിൾസ് ഉണ്ട് അതാണ് K1 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ എക്സാമ്പിളിൽ 3⁻1 വരും, ദെൻ 4⁻1 വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ S7ൽ തന്നെ 2 സൈക്കിളും 1 സൈക്കിളും ആണ് വരുന്നത് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ പോസിബിലിറ്റി വരാം. 2 സൈക്കിളും 1 സൈക്കിളും ആകുമ്പോൾ S7ലല്ലേ. അപ്പോൾ 2⁻3 1⁻1 അതൊരു പോസിബിലിറ്റി അല്ലേ. ലെങ്ത് 2 ഉള്ള 3 സൈക്കിൾസ്, അപ്പോൾ അവരുടെ ടോട്ടൽ ലെങ്ത് എത്രയായി, 3 2s 6 ആണ്. ദെൻ ഒരൊറ്റ എലമെൻ്റ് ഉള്ള ഒരു സൈക്കിൾ കൂടി ഉണ്ടാവും. സോ 6 + 1 7 ടോട്ടൽ. ക്ലിയർ ആണോ? ഇനി ഒരു 2 സൈക്കിളും 3 സൈക്കിളും വരുന്ന രീതിയിലാണ് ഡീകമ്പോസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക.
അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക സ്ട്രക്ചർ? ഒരു പെർമ്യൂട്ടേഷനെ ഡീകമ്പോസ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് 2 സൈക്കിളും 3 സൈക്കിൾസും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 സൈക്കിൾസ് എത്ര എണ്ണം വരും, 3 സൈക്കിൾസ് എത്ര എണ്ണം വരും? S7-ലാണ് ചോദിച്ചത്. അപ്പം 2 2 സൈക്കിളും ഒരു 3 സൈക്കിളും. രണ്ട് 2 സൈക്കിളും ഒരു 3 സൈക്കിളേ വരുള്ളൂ അല്ലേ? 2 സൈക്കിളിൻ്റെ എണ്ണം ഒരെണ്ണം കൂടി കൂടിയാൽ പിന്നെ ഒരു 3 സൈക്കിളിന് അവിടെ പോസിബിലിറ്റി ഇല്ല. സോ 2 2 സൈക്കിളും ഒരു 3 സൈക്കിളേ വരുള്ളൂ. അപ്പോൾ ഈ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ α1ൻ്റെ സ്ഥാനത്ത് 2, K1ൻ്റെ സ്ഥാനത്ത് 2, ദെൻ α2യുടെ സ്ഥാനത്ത് 3, K2ൻ്റെ സ്ഥാനത്ത് 1. അതിപ്പോൾ നമുക്ക് ആദ്യം 2 raised to 2, 3 raised to 1 എഴുതാം, അല്ലെങ്കിൽ 3 raised to 1, 2 raised to 2 ഏത് രൂപത്തിലും എഴുതാം. ഓർഡറിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ഇവിടെ സിഗ്മയ്ക്ക് α1 ലെങ്ത് ഉള്ള K1 സൈക്കിൾസ് ഉണ്ട്, α2 ലെങ്ത് ഉള്ള K2 നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ട്, എക്സെട്ര αL ലെങ്ത്തിലുള്ള KL നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ട്. ദെൻ ഓർഡർ ഓഫ് സെൻട്രലൈസർ ഓഫ് സിഗ്മ എന്ന് പറയുന്നത് α1 raised to K1 into K1 factorial into α2 raised to K2 into K2 factorial etc. αL raised to KL into KL factorial. ഇതായിരിക്കും ഓർഡർ ഓഫ് സി ഓഫ് സിഗ്മയുടെ ഫോർമുല. ഇത്രയും കാര്യം പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു പെർമ്യൂട്ടേഷൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഈ പെർമ്യൂട്ടേഷൻ തന്നെ ഒരു സൈക്കിളായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൈക്കിൾ ഡീകമ്പോസിഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ചോദിച്ചിരിക്കുന്ന ഇതുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമാണ്. അതായത് ഓർഡർ ഓഫ് ഓർഡർ ഓഫ് സി ഓഫ് സിഗ്മയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ഈ ഫോമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യാൻ പോകുന്നത് സി ഓഫ് സിഗ്മയുടെ സെൻട്രലൈസറിൻ്റെ ഓർഡറാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. സെൻട്രലൈസറിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സിഗ്മയെ സൈക്കിൾസിൻ്റെ ഫോമിൽ ഡികമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ രൂപത്തിലുള്ള സ്ട്രക്ചർ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു 4 ലെങ്ത് ഉള്ള ഒരു സൈക്കിളാണ് നമ്മുടെ സിഗ്മ. സോ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ? ഒരു ഒറ്റ സൈക്കിളേ ഉള്ളൂ, 4 power 1. ഓക്കെ, അപ്പോൾ ഈ ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മയെ നമുക്ക് എങ്ങനെ എഴുതാം? 4 raised to 1 ഇൻറ്റു അല്ലാട്ടോ അവിടെ ഡോട്ട് അതായത് വന്നുപോലെ 4 raised to 1, 1 raised to 3. ഇത് 4 ലെങ്ത് ഉള്ള ഒരു സൈക്കിൾ ആണ് നമ്മുടെ സിഗ്മ. ദാറ്റ് മീൻസ് ആ സിഗ്മ ബാക്കിയുള്ള നമ്പേഴ്സിനെ ഒന്നും വേറെ നമ്പേഴ്സിലേക്ക് മാപ്പ് ചെയ്യുന്നില്ല, ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. സോ നമുക്ക് ഈ തന്നിട്ടുള്ള പെർമ്യൂട്ടേഷനെ തന്നെ ആക്ച്വലി ഇങ്ങനെ കൂടി എഴുതാം. സൈക്കിൾ 2, 6, 4, 3, സൈക്കിൾ 1, സൈക്കിൾ 5, ദെൻ സൈക്കിൾ 7. ഇങ്ങനെ ഒരു 3 1 സൈക്കിൾ കൂടി അവിടെ വരുന്നുണ്ടാകും. അത് സാധാരണ നമ്മൾ എഴുതാറില്ല. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ സിഗ്മയുടെ ഫോം എന്ന് പറയുന്നത് 4 raised to 1, 1 raised to 3 ആണ്. ദെൻ ഈ ഫോമിൽ വെച്ചിട്ട് ഓർഡർ ഓഫ് സി ഓഫ് സിഗ്മ എന്ന് പറയുന്നത് 4 raised to 1 into 1 factorial into 1 cube into 3 factorial. സോ അത് നമുക്ക് 24 കിട്ടും. ദെൻ ഓർഡർ ഓഫ് സി എൽ ഓഫ് സിഗ്മ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫോമുല ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സി എൽ ഓഫ് സിഗ്മയുടെ ഫോമുല കണ്ടുപിടിക്കാൻ വേണ്ടി ഓർഡർ ഓഫ് S7 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണെന്ന് അറിയാം. സി ഓഫ് സിഗ്മയുടെ ഓർഡർ എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ. അപ്പോൾ കോൺജുഗസി ക്ലാസിൻ്റെ എന്നാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച 24 കൂടി വരും.
ഓക്കെ, ഇവിടെ സി ഓഫ് സിഗ്മയുടെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമുല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സി ഓഫ് സിഗ്മയുടെ ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ആൽഫ 1 റേസ് ടു k1 ഇൻറ്റു k1 ഫാക്ടോറിയൽ ഇൻറ്റു ആൽഫ 2 റേസ് ടു k2 ഇൻറ്റു k2 ഫാക്ടോറിയൽ എക്സെട്ര ആൽഫ n റേസ് ടു kn ഇൻറ്റു kn ഫാക്ടോറിയൽ. ഓക്കെ, ഇപ്പോൾ 24 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണെന്ന് തോന്നുന്നു. ഓക്കെ, ദെൻ ഇതിന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി എലിമെന്റ്സ് ഇൻ S6 കമ്മ്യൂട്ട് വിത്ത് സിഗ്മ ഈക്വൽ ടു സൈക്കിൾ 1 2 3 ഇൻറ്റു സൈക്കിൾ 3 4. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പെർമ്യൂട്ടേഷൻ ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മൾ ഇത് ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ 2 സൈക്കിളും 3 കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനെ ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനുള്ളതാണ്. സോ അതിന് എന്ത് ചെയ്യാം, 1 2 3 3 4 കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ട് ഇതിനെ പെർമ്യൂട്ടേഷൻ്റെ ഫോമിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1 2 3യെ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ 1 എഴുതി കഴിഞ്ഞാൽ ഹിയർ 1 to 1, then 1 to 2, then 2 to 2, 2 to 3. So 3 എഴുതി. then 3 to 4, ഇവിടെ 4 ഇല്ല, സോ 4 to 4 എഴുതി. സോ ബാക്കി വരുന്ന 5 6 സിംഗിൾ സൈക്കിൾസ് ആയിരിക്കും. അപ്പോൾ സിഗ്മയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു 4 സൈക്കിൾ ഉണ്ട്, 2 1 സൈക്കിൾസ് ഉണ്ട്. ഇങ്ങനെ മാറ്റിയതിന് ശേഷം വേണം ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ തരുന്ന പെർമ്യൂട്ടേഷൻ പ്രോഡക്റ്റ് ഓഫ് സൈക്കിൾസ് ആണെങ്കിൽ ആദ്യം വെരിഫൈ ചെയ്യേണ്ടത് പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഓക്കെ, നമുക്ക് CL ഓഫ് സിഗ്മ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ S6 കോൺജുഗേറ്റ് ടു സൈക്കിൾ 1 2 3 ഇൻറ്റു സൈക്കിൾ 4 5 6. സോ ഹിയർ നമുക്ക് ഡിസ്ജോയിന്റ് സൈക്കിൾസിൻ്റെ പ്രൊഡക്റ്റ് ആണ് സിഗ്മ. സോ ഡയറക്റ്റ് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. സി ഓഫ് സിഗ്മയുടെ ഓർഡർ കണ്ടുപിടിച്ചാൽ മതി. സി ഓഫ് സിഗ്മയുടെ ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ സി ഓഫ് സിഗ്മയുടെ ഓർഡർ എന്ന് പറയുമ്പോൾ ഇതെന്തായിരുന്നു, 3 സൈക്കിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ 3 raised to 2 ആണ്. സോ ഓർഡർ ഓഫ് സി ഓഫ് സിഗ്മ എന്ന് പറയുമ്പോൾ 3 raised to 2 ഇൻറ്റു 2 ഫാക്ടോറിയൽ വരും. 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓർഡർ ഓഫ് CL ഓഫ് സിഗ്മ കിട്ടും. കൺഫ്യൂഷൻ ആവരുത്. കോൺജുഗേറ്റ്സിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ തന്നിട്ട് അതിൻ്റെ കോൺജുഗേറ്റ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ കോൺജുഗസി ക്ലാസ്സിലുള്ള എലിമെൻസിൻ്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് CL ഓഫ് സിഗ്മയാണ് കണ്ടുപിടിക്കേണ്ടത്. അതേസമയം സെൻട്രലൈസർ ഓഫ് ദാറ്റ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കളക്ഷനാണ്, അത് ഓർഡർ ഓഫ് സി ഓഫ് സിഗ്മയാണ്. Next question, what are the possible orders for the elements of S6 and A6? നിങ്ങൾ പഠിച്ചു കാണും, ഒരു എലമെന്റിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. തിരിച്ച് സപ്പോസ് എ നമ്പർ M ഡിവൈഡ്സ് ഓർഡർ ഓഫ് G ആണെന്ന് വിചാരിക്കുക. അപ്പോൾ M ഓർഡറിലുള്ള എലമെന്റ് Gക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അല്ലേ. സോ S6ൽ വരാവുന്ന എലമെന്റ്സിന്റെ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ നെറ്റിനൊക്കെ മാക്സിമം ഒരു പെർട്ടിക്കുലർ എൻ തന്നിട്ട് ആ SNൽ വരാവുന്ന മാക്സിമം പോസിബിൾ ഓർഡർ ഒക്കെ ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഇൻ ജനറൽ ഒരു SN കിട്ടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് SNൽ വരാവുന്ന എലമെന്റ്സിന്റെ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നമുക്കറിയാം, ഒരു പെർമ്യൂട്ടേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അതിനെ ഡിസ്ജോയിന്റ് സൈക്കിൾസിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന സൈക്കിൾസിൻ്റെ ലെങ്ത്സിൻ്റെ LCM ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ S6ൽ വരാവുന്ന പോസിബിൾ സ്ട്രക്ചേഴ്സിൻ്റെ എണ്ണം നോക്കുകയാണ്. 6 എന്ന് പറയുന്ന നമ്പറിനെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, അത്രയും നമ്പർ ഓഫ് വേസിലുള്ള സ്ട്രക്ചേഴ്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ സ്ട്രക്ചേഴ്സ് ഇൻ S6 എന്ന് പറയുന്നത് പാർട്ടീഷൻ ഓഫ് 6 ആണ്. പാർട്ടീഷൻ ഓഫ് 6 11 ആണ്.
പാർട്ടീഷൻ ഓഫ് 6 എന്ന് പറഞ്ഞാൽ വണ്ണിന് നമുക്ക് സിക്സിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ പാർട്ടീഷൻ ചെയ്യാനുള്ളത്. 6നെ നമുക്ക് 6 വണ്ണുകളുടെ സമ്മായിട്ട് എഴുതാം. അതാണ് 1/6. ഇനി 3 രണ്ടുകളുടെ സമ്മായിട്ട് എഴുതാം. അതാണ് 2/3. ഇങ്ങനെ നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 11 പോസിബിലിറ്റീസ് ഇവിടെ വരുന്നുണ്ടാകും. അപ്പോൾ അത്രയും ഓരോ കറസ്പോണ്ടിങ് പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചറിലുള്ള എലിമെന്റ് എവിടെ എക്സിസ്റ്റ് ചെയ്യും? S6 എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ S6 ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഓർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓർഡർ നോക്കാൻ എന്ത് ചെയ്താൽ മതി? LCM നോക്കിയാൽ മതി സൈക്കിൾസിന്റെ. അപ്പോൾ 1/6 എന്ന് പറഞ്ഞാൽ 6 1 സൈക്കിൾസ് ആണ്. അപ്പോൾ എല്ലാവരുടെയും ലെങ്ത് 1 ആണ്. സോ LCM 1 ആണ്. ദെൻ 2³ ഓർഡർ, അതായത് 3 2 സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിന്റെ ഓർഡർ 2 ആണ്. ദെൻ 2² 2/2 1/2 എന്ന് പറയുമ്പോൾ 2 ആണ്. 2/1 4/1 എന്ന് പറയുമ്പോൾ ലെങ്ത് 2 ഉള്ളതും വരുന്നുണ്ട്, ലെങ്ത് 4 ഉള്ളതും വരുന്നുണ്ട്. സോ അവരുടെ LCM എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ ബാക്കി നമുക്ക് 2/1 3/1 1/1. ഇവിടെ 2ന്റെയും 3ന്റെയും LCM 6 ആണ്. അങ്ങനെ ബാക്കിയുള്ള എലിമെന്റ്സിനെ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 ഇത്രയാണ് ഇവിടെ വരുന്ന ഓർഡർ പോസിബിലിറ്റീസ്. അതായത് S6 പെർമ്യൂട്ടേഷൻസിന് വരാവുന്ന ഓർഡറുകൾ എന്ന് പറയുന്നത് 1 2 3 4 5 6 ഇത്രയേ ഉള്ളൂ. സോ മാക്സിമം പോസിബിൾ ഓർഡർ ഓഫ് എൻ എലിമെന്റ് ഇൻ S6 എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ S7 എത്രയാണ് മാക്സിമം പോസിബിൾ ഓർഡർ എന്നുള്ളത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതേ മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ചെയ്യേണ്ടത് 7ന് എത്ര പാർട്ടീഷൻസ് വരുന്നുണ്ട്. S7 എന്ന് പറയുമ്പോൾ കുറച്ച് അധികം വരും. S6 അല്ല ഇത്. S5 ഒന്ന് നോക്കാം നമുക്ക്. S5 എത്ര പാർട്ടീഷൻസ് വരും? 5നെ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് എഴുതാം? പാർട്ടീഷൻ ചെയ്യുന്നത് ക്ലിയർ ആണോ? ഹലോ, ഹലോ, ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കേൾക്കുന്നുണ്ടല്ലോ. ഈ പാർട്ടീഷൻ പറഞ്ഞത് ക്ലിയർ ആണോ? പ്രസന്റേഷൻ പോയല്ലോ ഇപ്പം ശ്രുതി. അത് ഞാൻ സ്റ്റുഡൻസ് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങളതിന്
മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുക, എന്നാലേ അവർക്ക് കേൾക്കുള്ളൂ. സോ ഫീൽ ഫ്രീ ടു ഡു ദാറ്റ്. ചാറ്റിൽ ആരോ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതി. ഓക്കെ 6 ആണ് പറഞ്ഞത്. അപ്പോൾ 5-ന് S5 എന്ന് പറയുമ്പോൾ 5-ന് നമുക്ക് എത്ര വേസിൽ പറയും? 5ന്റെ പാർട്ടീഷൻ 7 വരുമോ? 5-ന്റെ പാർട്ടീഷൻ 7 വരില്ല. കാരണം 5-ന് നമുക്ക് 5 വൺസ് ആയിട്ട്, അതായത് 1/5 ഫോമിൽ പാർട്ടീഷൻ ചെയ്യാം. അത് വരണം. ക്ലിയർ ആണോ? അത് 1+1+ അങ്ങനെ 5 വൺസ് ചേർന്നിട്ട് 5-നെ ഉണ്ടാക്കാം. 5 വൺസ് എന്നുള്ളതിനാണ് 1/5 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ 1/5 അവിടെ കഴിഞ്ഞു. ദെൻ 2 വരുന്ന പോസിബിലിറ്റീസ് ഏതൊക്കെ നോക്കാം. അപ്പോൾ ഒരു 2 എടുക്കുന്നുള്ളവരിൽ ദെൻ ബാക്കി എത്രയുണ്ട്? ഒരു 3 കൂടി വരാം അല്ലേ? 5-ന്റെ അത് മിസ്സായിട്ടുണ്ട്. 2/1 വരാം. ദെൻ 1/3 വരാം. ഓക്കെ 7 അല്ലേ കിട്ടുന്നത്? ശരിയാണ്. അതായത് 2 വെച്ച് പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഒന്ന് 2/2 1/1 വരാം. പിന്നെ 2/1 3/1 വരാം. ദെൻ 2/1 1/3 വരാം. ഓക്കെ, ഇത്രയാണ് 2 വരുന്ന കേസ്. ദെൻ 3 വരുന്ന കേസിൽ ഒരു 3 എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ 3/1 എടുത്തു കഴിഞ്ഞാൽ ദെൻ 2/1 ഉണ്ട്, പക്ഷെ അത് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഓർഡറിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 3/1 എടുത്തു കഴിഞ്ഞാൽ ദെൻ പോസിബിൾ ആയിട്ടുള്ളത് 1/2 ആണ്. അങ്ങനെ ഒരെണ്ണം കിട്ടി. ദെൻ 4 എടുക്കുമ്പോൾ 4/1 1/1 അത് ഒരെണ്ണം വരും. ദെൻ 5 ലെങ്ത്തുള്ള 5/1 വരും. അങ്ങനെ 7 വരും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോക്കുക, നമുക്ക് കിട്ടിയിട്ടുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ഓർഡർ നോക്കുക. ഓർഡർ നോക്കാൻ വേണ്ടി LCM നോക്കിയാൽ മതി. അപ്പോൾ 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, ഈ 2/1 3/1 എന്നുള്ളൊരു സൈക്കിൾ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഓർഡർ എന്ന് പറയുമ്പോൾ LCM 6 വരും. സോ S5-ന് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. S7 ആകുമ്പോൾ കുറച്ച് എഴുതി നോക്കാം, കുറച്ചധികം പാർട്ടീഷൻസ് വരും. 15 അങ്ങനെ എത്രയാണ് വരുന്നത്. അപ്പോൾ എഴുതി നോക്കുക, നമ്മളത് ക്ലിയർ ആയ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. മാക്സിമം പോസിബിൾ ഓർഡർ ഇൻ SN. ഓക്കെ, അപ്പോൾ S5-ന്റെ ആദ്യം നമ്മൾ ചെറിയ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ S4-ൽ ചെയ്ത് നോക്കുക, S5 നമ്മൾ ഡിസ്കസ് ചെയ്തു, S7 കൂടി എഴുതി നോക്കുക. ഇതിൽ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് SN-ലത്തെ ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു സബ് ഗ്രൂപ്പ് ഫോം ചെയ്യും. അതിനെയാണ് ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പ്രത്യേകത അത് ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ആയിരിക്കും. SN-ലുള്ള ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു സബ് ഗ്രൂപ്പ് ഫോം ചെയ്യും. അതാണ് AN. അപ്പോൾ AN-ൽ വരുന്ന ഇവിടെ കറസ്പോണ്ടിങ് A6-ൽ വരുന്ന S6-ന്റെ സബ് ഗ്രൂപ്പായ A6-ൽ വരുന്ന എലമെന്റ്സിന്റെ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് ഏതൊക്കെ അത് നോക്കാം. അത് നോക്കുമ്പോൾ പ്രത്യേക എഴുതി നോക്കേണ്ട കാര്യമില്ല. ഈ എഴുതിയിരിക്കുന്നതിൽ ഈവൻ പെർമ്യൂട്ടേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് ഐഡന്റിറ്റിയാണ്. സോറി, അതിൻ്റെ ഓർഡർ ഇവിടെ 6/1 ഓക്കെ. ഇവിടെ നമ്മൾ ഈവൻ പെർമ്യൂട്ടേഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ട്രാൻസ്പോസിഷൻസ് എത്ര എണ്ണം വരുന്നത് നോക്കിയാൽ മതി. ഇവിടെ 1 ലെങ്ത്തുള്ള ആളല്ലേ വരുന്നത്. ഇവിടെ ഇപ്പോൾ
ഇത് ട്രാൻസ്പോസിഷൻസിന്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ ട്രാൻസ്പോസിഷൻ വരുന്നില്ല. 1ന്റെ പവറായിട്ട് വരുന്ന സൈക്കിൾ എന്ന് പറയുന്നത് അതെപ്പോഴും ഈവൺ ആയിരിക്കും. ദെൻ ഇവിടെ 2³ എന്ന് പറഞ്ഞാൽ 3 2 സൈക്കിൾസ് ആണ്. 3 2 സൈക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് 3 ആണ്. സോ അത് ഓഡ് പെർമ്യൂട്ടേഷൻ ആണ്. അത് A6 വരുന്നില്ല. ദെൻ ഇവിടെ 2 ട്രാൻസ്പോസിഷൻസ് ആണ്. സോ അത് A6 വരുന്നുണ്ട്. ഇനി ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ 4 ലെങ്ത് ഉള്ള സൈക്കിളിനെ നമുക്ക് n ലെങ്ത് ഉള്ള സൈക്കിളിനെ നമുക്ക് n-1 ട്രാൻസ്പോസിഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. സോ ഇവിടെ നമുക്ക് 3 ട്രാൻസ്പോസിഷൻസ് കിട്ടും. ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ട്രാൻസ്പോസിഷൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ ആയിരിക്കും. സോ അത് A6 വരും. ഇവിടെ ഒരു ട്രാൻസ്പോസിഷനെ വരുന്നുള്ളൂ. സോ അത് ഓഡാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 3:1 3 ലെങ്ത് ഉള്ള സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിന് 2 ട്രാൻസ്പോസിഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്. സോ ടോട്ടൽ 3 ട്രാൻസ്പോസിഷൻസ് വരും. അത് ഓഡാണ്. ദെൻ ഇവിടെ 2 3 സൈക്കിൾസ് വരുന്നുണ്ട്. ഒരു 3 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2 ട്രാൻസ്പോസിഷൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ ഒരു 2 എണ്ണം കൂടി വരും. സോ ടോട്ടൽ 4 ട്രാൻസ്പോസിഷൻസ് ആണ് വരുന്നത്. സോ അതൊരു ഈവൺ പെർമ്യൂട്ടേഷൻ ആണ്. ഓക്കെ. ഇനി ഇവിടെ 2 ട്രാൻസ്പോസിഷൻ വരും. അത് ഈവൺ ആണ്. 4:1 എന്ന് പറയുമ്പോൾ ഇവിടെ 3 ട്രാൻസ്പോസിഷൻസേ വരുന്നുള്ളൂ. അത് ഓഡാണ്. ഇവിടെ 5:1 എന്ന് പറയുമ്പോൾ 4 ട്രാൻസ്പോസിഷൻസ് വരും. അത് ഈവൺ ആണ്. 6:1 എന്ന് പറയുമ്പോൾ അത് 5 ട്രാൻസ്പോസിഷൻസ് വരും. അത് ഓഡാണ്. സോ ഈ റൗണ്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈവൺ പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് വരുന്ന ഓർഡർ. അപ്പോൾ A6 ഓർഡേഴ്സ് 1 വരാം, 2 വരാം, 4 വരാം, 3 വരാം, 5 വരാം. ഓക്കെ. അപ്പോൾ A6 മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഇവിടെയും S6 വരുന്ന അതേ ഓർഡർ പോസിബിലിറ്റീസ് തന്നെയാണ് A6 വരുന്നത്. സോ A6 വരുന്ന മാക്സിമം ഓർഡർ പോസിബിലിറ്റി എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മൾ S5 പറഞ്ഞല്ലോ. S5 നേരത്തെ പറഞ്ഞ എലിമെന്റ്സ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് A5 വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഞാൻ പറയാം. ഒരു ഐഡന്റിറ്റി പറഞ്ഞത് 1:5 എന്നുള്ള ആളായിരുന്നു. അയാൾ ഈവൺ ആണ്. ദെൻ ഒരു 2² 1:1 വരുന്നുണ്ട്. അത് 2 ട്രാൻസ്പോസിഷൻ. സോ അത് ഈവൺ ആണ്. ദെൻ 2:1 3:1 അത് ഓഡായിരിക്കും. ടോട്ടൽ 3 ട്രാൻസ്പോസിഷൻ വരും. ദെൻ 2:1 1:3 അവിടെ ഒരു ട്രാൻസ്പോസിഷൻ. സോ അത് ഓഡായിരിക്കും. ദെൻ 3:1 1:2 അത് 2 ട്രാൻസ്പോസിഷൻസ് വരില്ലേ? അപ്പൊ ഈവൺ. ഇപ്പൊ ഈ 3:1 1:2 എഴുതിയില്ലേ, ഈ 1നെ നിങ്ങൾ നോക്കണ്ട. സാധാരണ നമ്മൾ അത് എഴുതില്ലല്ലോ. ബാക്കിയുള്ള 3:1 1:2 എന്ന് പറഞ്ഞാൽ അതൊരു 3 സൈക്കിളാണ്. ഈവൺ ലെങ്ത് ഉള്ള സൈക്കിൾ എപ്പോഴും ഓഡ് പെർമ്യൂട്ടേഷൻ ആയിരിക്കും. കാരണം 4 നമ്പേഴ്സാണ് സൈക്കിളിലുള്ളെങ്കിൽ അതിന് നമ്മൾ ട്രാൻസ്പോസിഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ 3 എണ്ണേ വരുള്ളൂ. ഇപ്പോൾ 1 2 3 4 ആണ് നമ്മുടെ സൈക്കിൾ എങ്കിൽ 1 4 1 3 1 2 ഇങ്ങനെയാണ് സൈക്കിൾസ് വരിക. സോ ലെങ്ത് നോക്കുക. ലെങ്ത് 3 ആണെങ്കിൽ അത് ഈവൺ ലെങ്ത് ഉള്ള പെർമ്യൂട്ടേഷൻ ഓഡ് പെർമ്യൂട്ടേഷൻ ആയിരിക്കും. തിരിച്ച് ഓഡ് ലെങ്ത് ഉള്ള പെർമ്യൂട്ടേഷൻ ഈവൺ ആയിരിക്കും. ദെൻ 4:1 1:1 വരുന്നുണ്ട്. അപ്പോൾ ലെങ്ത് 4 ഉള്ള സൈക്കിളാണത്. അപ്പോൾ അതെന്തായാലും ഓഡ് പെർമ്യൂട്ടേഷൻ ആയിരിക്കും. ഇനി 5:1 വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഈവൺ പെർമ്യൂട്ടേഷൻ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈവണിനെ ഇപ്പോൾ സെലക്ട് ചെയ്യാണ്. ഈവണിന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. അവിടെ കാണാൻ പറ്റും. അവിടെ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ഓർഡർ എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. A5
വരുന്ന എലമെൻസിൻ്റെ ഓർഡേഴ്സിൽ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. ഇങ്ങനെയാണ് എസ്എന്നിലുള്ള എലമെൻസിൻ്റെ ഓർഡേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി പെർമ്യൂട്ടേഷൻസ് ഓഫ് ഓർഡർ 5 ആർ ദർ ഇൻ S7. S7ൻ്റെ ഓർഡർ 5 ഓർഡർ ആയിട്ട് വരുന്ന എത്ര എലമെന്റ്സ് ഉണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഓർഡർ 5 കിട്ടണമെങ്കിൽ കറസ്പോണ്ടിങ് പെർമ്യൂട്ടേഷൻ ഒന്നുകിൽ ഒരു 5 ലെങ്ത് ഉള്ള ഒരു സൈക്കിൾ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ പോസിബിലിറ്റി ഉണ്ടോ? അതായത് 5 ലെങ്ത് ഉള്ള സൈക്കിൾ എന്ന് പറഞ്ഞാൽ 5 ഒരു പ്രാവശ്യം വരാനേ പറ്റുള്ളൂ അല്ലേ? കാരണം നമുക്ക് ടോട്ടൽ സം ചെയ്യുമ്പോൾ ലെങ്ത്തുകളുടെ സം ചെയ്യുമ്പോൾ 7 കിട്ടണം. അപ്പോൾ 5 ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയേ നിൽക്കുന്നുള്ളൂ? ബാക്കി ഒരു 2 മാത്രമേ നിൽക്കുന്നുള്ളൂ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതായത് നമുക്ക് 5 ഓർഡർ ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 ഓർഡർ വരണമെങ്കിൽ S7ൽ 5 ഓർഡർ വരണമെങ്കിൽ എന്തായാലും ഒരു സൈക്കിളിൻ്റെ ലെങ്ത് 5 ആയിരിക്കണം അല്ലേ? അപ്പോൾ 5 നമ്മൾ ഫിക്സ് ചെയ്തു. 5 എത്ര 5 സൈക്കിൾ വരാം? ഒരു 5 സൈക്കിൾ വരാനേ ഉള്ളൂ. ഒരു 5 സൈക്കിളും കൂടി 5⁻2 ആകുമ്പോൾ 2 5 സൈക്കിൾ എന്ന് പറയുമ്പോൾ S7ൽ ഇല്ലാത്ത ആളായിരിക്കും. കാരണം 5⁻2 എന്ന് പറയുമ്പോൾ 5 2s are 10 വരും. നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യുമ്പോൾ 5 + 5 ആഡ് ലെങ്ത്തുകൾ ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടണം. അപ്പോൾ 5 ലെങ്ത്ത് ഒരെണ്ണേ പോസിബിൾ ആയിട്ടുള്ളൂ. ഒരു 5 ലെങ്ത്ത് സൈക്കിൾ വരും. ദെൻ ഒരു 2 ലെങ്ത്ത് ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഒരു 1² വരാം, അല്ലെങ്കിൽ 2⁻1 വരാം അല്ലേ? 5⁻1 1⁻2 വരാം, അല്ലെങ്കിൽ 5⁻1 2⁻1 വരാം. 5 കഴിഞ്ഞാൽ ബാക്കി എടുക്കാനുള്ള പോസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ. ഇതിൽ തന്നെ 5⁻1 2⁻1 ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഓർഡർ നോക്കുമ്പോൾ LCM of 5 and 2 10 ആയിരിക്കും ഓർഡർ വരുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 5 ഓർഡറിലുള്ള ആൾക്കാരുടെ എണ്ണം. അപ്പം നമ്മൾ ആ 5⁻1 2⁻1 അതിനെ അവോയ്ഡ് ചെയ്തിട്ട് ആരെ മാത്രം എടുക്കണം? 5⁻1 1⁻2 എന്നുള്ള സ്ട്രക്ചർ കൺസിഡർ ചെയ്യണം. ഈ സ്ട്രക്ചറിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഓർഡർ 5 വരുന്നുള്ളൂ. ഓക്കെ. ഇനി ഈ സ്ട്രക്ചറിൽ എത്ര ആൾക്കാർ വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. നമ്മൾ 5 ലെങ്ത് ഉള്ള ഒരു സൈക്കിൾ നമ്മൾ എവിടുന്നാണ് ചൂസ് ചെയ്യുന്നത്? ടോട്ടൽ 7 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 7 എലമെന്റ്സ് ഉള്ള സെറ്റിൽ നിന്ന് 5 എലമെന്റ്സിനെ ചൂസ് ചെയ്യാൻ നമുക്ക് 7C5 വേസിൽ ചൂസ് ചെയ്യാം. ഓക്കെ. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 ആൾക്കാരെ നമുക്ക് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം അല്ലേ? 1 2 3 4 5 6 7 ഇതാണ് നമ്മുടെ പെർമ്യൂട്ടേഷൻ എടുത്തിരിക്കുന്ന സെറ്റ്. ഇതാണ് 1 2 3 4 5 6 7 ആണ്. ഇതിൽ നിന്ന് നമ്മൾ ആർബിട്രറി ആയിട്ട് 5 ആൾക്കാരെ എടുക്കുകയാണ്. അങ്ങനെ എത്ര 5 ആൾക്കാരെ എടുക്കാം? നമുക്ക് 7C5 വേസിൽ 5 ആൾക്കാരെ എടുക്കാം. ആ എടുത്ത 5 ആൾക്കാരെ എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. അതായത് സപ്പോസ് ഇതിൽ ഇങ്ങനെ 7C5 വേസിൽ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു 5 ആൾക്കാരെ. സപ്പോസ് ഞാൻ എടുത്ത അത്തരത്തിലുള്ള ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു എലമെന്റ് 1 2 3 4 5 ഈ സൈക്കിളാണെന്ന് വിചാരിക്കുക. ഈ 1 2 3 4 5നെ നമുക്ക് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ആദ്യം 1നെ ഫിക്സ് ചെയ്യും. 1നെ ഫിക്സ് ചെയ്യല്ല. ഈ 1ന് 5 പൊസിഷൻസിൽ മാറി മാറി വരാം അല്ലേ? അപ്പോൾ 1ന് പോസിബിൾ ആയിട്ടുള്ളത് 5 പൊസിഷൻസ് 1ന് പോസിബിൾ ആണ്. അങ്ങനെ 1നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2ന് പോസിബിൾ ആയിട്ടുള്ളത് 4 പൊസിഷൻസ് ആണ്.
ത്രീക്ക് പോസിബിൾ ആയിട്ടുള്ളത് 3 പൊസിഷൻസ്, 4ന് 2 പൊസിഷൻസ്, ദെൻ റിമൈനിങ് 1 പൊസിഷൻ മാത്രമേ 5-നുള്ളൂ. സോ ഇൻ ടോട്ടൽ 5 × 4 × 3 × 2 × 1 5 ഫാക്ടോറിയൽ വേസിൽ നമ്മൾ ഈ ചൂസ് ചെയ്ത ഒരു പെർട്ടിക്കുലർ സൈക്കിളിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 1 2 3 4 5 എന്നുള്ള സൈക്കിൾ എഴുതിയെന്ന് വിചാരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യില്ല, ഇതേ ഓർഡറിൽ വരുന്നത് വീണ്ടും എഴുതില്ല. അതായത് 1 2 3 4 5 എന്ന് പറയുന്നതും പെർമ്യൂട്ടേഷൻ, നമ്മുടെ പെർമ്യൂട്ടേഷൻ എഴുതുമ്പോൾ 2 3 4 5 1 ഇതും സെയിം ആണ് അല്ലേ? അപ്പോൾ പിന്നെ ഇതിനെ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനോട് തന്നെ ഈക്വൽ ആണ് ആര്? 3 4 5 1 2. ഇതിനെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ കൗണ്ട് ചെയ്യാത്ത എത്ര ആൾക്കാർ അവിടെ വരും? അവിടെ 5 ആൾക്കാർ വരും. സോ ഇവരെ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഈ 5 ഫാക്ടോറിയലിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 7C 5 വേസിൽ നമ്മൾ 5 സൈക്കിൾസ് ചൂസ് ചെയ്തു. അവരെ 5 ഫാക്ടോറിയൽ ബൈ 5 വേസിൽ അറേഞ്ച് ചെയ്തു. സോ ഇൻ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 5 എന്ന് പറയുമ്പോൾ 7C 5 × 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഇത്രയും നമ്പർ ഓഫ് എലമെന്റ്സിനാണ് S7ൽ ഓർഡർ 5 ആയിട്ട് വരുന്നുണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയത് നമ്മുടെ പെർമ്യൂട്ടേഷൻ 5 ഓർഡർ വരുന്ന ഈ ഒരു പോസിബിലിറ്റി എഴുതി. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ S4ൽ 2 ഓർഡറിൽ വരുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കാൻ പോകും. അപ്പോൾ നമുക്കറിയാം S4ൽ 2 ഓർഡർ വരണമെങ്കിൽ ഒന്നുകിൽ സ്ട്രക്ചർ 2/2 ആകാം, അല്ലെങ്കിൽ 2/1 × 2/1 1/2. ഇങ്ങനെ 2 ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. അപ്പോൾ 2/2 സ്ട്രക്ചറിൽ എത്ര ആൾക്കാരുണ്ടെന്ന് കൗണ്ട് ചെയ്യണം. ദെൻ ഈ സ്ട്രക്ചറിൽ എത്ര ആൾക്കാരുണ്ടെന്ന് കൗണ്ട് ചെയ്യണം. അവരുടെ ടോട്ടൽ നമ്പർ ആയിരിക്കും 2 ഓർഡറിൽ വരുന്ന ആകെ ഉള്ള എലമെന്റ്സിന്റെ എണ്ണം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും കൺസിഡർ ചെയ്യാം. നേരത്തെ നമ്മൾ തൊട്ടുമ്പോഴത്തെ ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷൻ ഇതായിരുന്നു, 2/1 1/2. ഈ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ എക്സ്ട്രാ ഒരാൾ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ്. ഇവിടെ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് 2 2 സൈക്കിൾസ് ആണ് അല്ലേ? നമുക്കറിയാം ഈ ഒരൊറ്റ 2 സൈക്കിൾസിനെ ചൂസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ വെച്ച് 4C2 × 2 ഫാക്ടോറിയൽ ബൈ 2. നേരത്തെ 7ന് 5 ആയിരുന്നു ചൂസ് ചെയ്തത്. ഇവിടെ 4 ആൾക്കാരിൽ നിന്ന് 2 ആൾക്കാരെ ചൂസ് ചെയ്തു. സോ 4C2 × 2 ആൾക്കാരെ 2 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. ഇനി അതിൽ തന്നെ 1 2 1s നമ്മൾ എഴുതി കഴിഞ്ഞാൽ 2 1 എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഇൻറ്റു ഇവിടെ നമ്മളൊരു 2 4 1 2 3 4ൽ 2 ആൾക്കാരെ നമ്മൾ മാറ്റി വെച്ചു ഈ പൊസിഷനിലോട്ട്. ബാക്കി എത്ര ആൾക്കാരുണ്ട്? ബാക്കി 2 ആൾക്കാരുണ്ട് അല്ലേ? അതിനും ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. 2 ആൾക്കാരിൽ നിന്ന് 2 ആൾക്കാരെ നമുക്ക് 2C2 വേസിലാണ് ചൂസ് ചെയ്യാൻ പറ്റുക. ഇൻറ്റു അവരെത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 2 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം ബൈ 2. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. 2 2 സൈക്കിൾസ് ആണ് അല്ലേ? അതായത് 2 സൈക്കിൾസ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എഴുതുമ്പോൾ തന്നെ നമ്മൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ 1 2 3 4 എഴുതിയതിന് ശേഷം എഴുതി വരുമ്പോൾ ചിലപ്പോൾ 3 4 1 2 വരുന്നുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 1/2 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇഫ് എ സൈക്കിൾ ഓഫ് ലെങ്ത് n ഗെറ്റ്സ് റിപ്പീറ്റഡ് s ടൈംസ് വി ഷുഡ് ഡിവൈഡ് ബൈ s ഫാക്ടോറിയൽ. എത്ര നമ്പർ ഓഫ് ടൈംസ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് ഫാക്ടോറിയൽ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 2 സൈക്കിൾസ് 2 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഈക്വൽ ടു നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റ് 3 എന്ന് കിട്ടും. ദെൻ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാം. അതായത് ഇത്രയും പോർഷനേ വരുള്ളൂ. അവിടെ നമുക്ക് 6ഉം കിട്ടും. സോ ടോട്ടൽ ഓർഡർ 2 ആയിട്ടുള്ള എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 6 + 3 9 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇതും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം. നിങ്ങൾ S4ൽ തന്നെ എന്ത് ചെയ്യാം? S4ൽ ഓർഡർ 3 വരാലോ. 3 ഓർഡറിൽ S4ൽ എത്ര ആൾക്കാരുണ്ട് നോക്കുക. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ
ഇപ്പോൾ 5 എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ദെൻ വേറെ ഏതാ പോസിബിൾ ആയിട്ടുള്ളത്? നമുക്ക് 4 ഓർഡറിലൊക്കെ എത്ര ആൾക്കാരുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പം അതെടുക്കുമ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞ അതേ സിറ്റുവേഷൻ ആയിരിക്കും. കാരണം 4 സൈക്കിൾ വരുന്നുണ്ടാകും, പിന്നെ 2 സൈക്കിളും ഓർഡർ 4 അല്ലേ വരുന്നത്, 2 സൈക്കിൾസ് വരുന്നുണ്ടാകും, പിന്നെ 2ഉം 4ഉം വരും. 2ഉം 4ഉം വരാൻ സാധ്യതയുണ്ട്. ഒരു 4 സൈക്കിൾ വരാം, ഒരു 2 സൈക്കിൾ വരാം, ഒരു 1 സൈക്കിൾ. അതായത് 4:1, 2:1, 1:1. 4 സൈക്കിളിൻ്റെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സോറി, 4 സൈക്കിൾ അല്ല, ഓർഡർ 4 വരുന്നത് ചെയ്ത് നോക്കുക. അപ്പോൾ ക്ലിയർ ആകും. ആദ്യം ചെറിയ S4 ചെയ്ത് നോക്കുക, ഓർഡർ 3 ചെയ്ത് നോക്കുക. ദെൻ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ S7 4 ഓർഡറിലുള്ള എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാകും എന്നുള്ളത് കണ്ടുപിടിക്കും. അത് ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഹൗ മെനി ഓഡ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ഓർഡർ 4 ഡസ് S6 ഹാവ്? അപ്പോൾ നമ്മൾ 4 ഓർഡറിലല്ല, S6ൽ 4 ഓർഡർ വരുന്ന ആൾക്കാരുടെ സ്ട്രക്ചേഴ്സ് എഴുതുക. അതിൽ ആര് മാത്രമേ നോക്കുള്ളൂ? ഓഡ് പെർമ്യൂട്ടേഷൻസിനെ മാത്രമേ നോക്കൂ. അതിന് കറസ്പോണ്ടിങ് ഇതേ പ്രൊസീജിയറിൽ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് ഓർഡർ 4 കിട്ടും. ഇത് നമ്മൾ ചെയ്തു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let beta belongs to S7 and suppose beta raised to 4 equal to 2, 1, 4, 3, 5, 6, 7. Find beta. S7ലുള്ള ഒരു പെർട്ടിക്കുലർ പെർമ്യൂട്ടേഷൻ ബീറ്റയ്ക്ക് ബീറ്റയുടെ ഒരു പവർ ബീറ്റ റേസ് ടു 4 നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബീറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ബീറ്റ റേസ് ടു 4 എന്ന് പറയുന്നത് ഒരു 7 സൈക്കിളായിട്ടാണ് തന്നിട്ടുള്ളത്. ഇനി എപ്പോഴും ഒരു എലമെന്റ് എയുടെ ഓർഡറും എയുടെ ഏതെങ്കിലും പവറിന്റെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എയുടെ കേത്ത് പവർ ആണെങ്കിൽ എ റേസ് ടു കെയുടെ ഓർഡർ എയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. അതായത് ഇവിടെ ഓർഡർ ഓഫ് ബീറ്റ റേസ് ടു 4 ഡിവൈഡ്സ് ഓർഡർ ഓഫ് ബീറ്റ ആയിരിക്കും. ബീറ്റ റേസ് ടു 4ന്റെ ഓർഡർ ഇത് 7 ലെങ്ത് ഉള്ള സൈക്കിൾ ആയതുകൊണ്ട് 7 ആണ് ഓർഡർ. സോ 7 ഡിവൈഡ്സ് ഓർഡർ ഓഫ് ബീറ്റ എന്ന് വരും. ഓർഡർ ഓഫ് ബീറ്റയെ ഓർഡർ ഓഫ് ബീറ്റ ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 7 ഡിവൈഡ് ചെയ്യും. സോ ഓർഡർ ഓഫ് ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും അല്ലേ? കാരണം 7ന് ഈ ഓർഡർ ഓഫ് ഓർഡർ ഓഫ് ബീറ്റ എന്ന് പറയുന്നത് 7 കിട്ടും. സോ ബീറ്റ റേസ് ടു 7 എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബീറ്റ റേസ് ടു 7 ഐഡന്റിറ്റി ആണെങ്കിൽ ബീറ്റ റേസ് ടു 8 എന്ന് പറയുന്നത് ബീറ്റ ആയിരിക്കും. സോ ബീറ്റ ഈക്വൽ ടു ബീറ്റ റേസ് ടു 8 ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് തന്നിട്ടുള്ള ബീറ്റ റേസ് ടു 4 ആണ്. സോ ബീറ്റ റേസ് ടു 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ ബീറ്റ റേസ് ടു 4 ഇൻറ്റു ബീറ്റ റേസ് ടു 4 അതായിരിക്കും ബീറ്റ. സോ ഈ സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. Next question, let beta equal to 1, 2, 3, cycle 1, 2, 3 into cycle 1, 4, 5. Write beta raised to 99 in cycle form. അപ്പോൾ ബീറ്റ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 1 ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രൊഡക്റ്റ് അല്ല. സോ ആദ്യം നമ്മൾ ബീറ്റയെ അങ്ങനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1, 2, 3 into 1, 4, 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1, 4, 5, 2, 3. നമ്മളൊരു 5 സൈക്കിളാണ് കിട്ടുന്നത്. സോ ഓർഡർ ഓഫ് ബീറ്റ 5 ആണെന്ന് കിട്ടി. സോ ബീറ്റ റേസ് ടു 99 എന്ന് പറയുമ്പോൾ ബീറ്റ റേസ് ടു 100 ഇൻറ്റു ബീറ്റ റേസ് ടു -1 എഴുതാം. ദാറ്റ് ഇസ് ബീറ്റ റേസ് ടു 100 എന്ന് പറഞ്ഞാൽ ബീറ്റ റേസ് ടു 5 റേസ് ടു 20 ആണ്. ഇത് ഐഡൻറ്റിറ്റി ആണ്. സോ ഇവിടെ ഐഡൻറ്റിറ്റി ആയിട്ട് വന്നു. ഇത് ബീറ്റ റേസ് ടു 99 എന്ന് പറയുന്നത് ബീറ്റ ഇൻവേഴ്സ് ആണെന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും?
ഇത് നമ്മൾ നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. ഇൻവേഴ്സ് 3 2 5 4 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പെർമ്യൂട്ടേഷൻ തന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും പവർ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പെർമ്യൂട്ടേഷൻ്റെ ഏതെങ്കിലും പവർ തന്നിട്ട് കറസ്പോണ്ടിങ് പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാം. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഹിന്റ് അതിലുണ്ടാകും ഓർഡറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. ബീറ്റ ഈക്വൽ ടു 1357986 ഇൻറ്റു 2410. വാട്ട് ഇസ് ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n for which beta raised to n equal to beta raised to -5. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. Next question, find the number of elements in the set set of all sigma belongs to S4 such that sigma of 3 equal to 3. 3യെ ഫിക്സ് ചെയ്യുന്ന എത്ര പെർമ്യൂട്ടേഷൻസ് S4 ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നു. 3യെ ഫിക്സ് ചെയ്യുക മാത്രമല്ല 3യെ 3യിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3യെ 3യിലോട്ട് മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ എഴുതാൻ പോകുന്ന കളക്ഷനിൽ വരുന്ന മെമ്പേഴ്സിലൊക്കെ ഒരു 3 ഒറ്റയ്ക്കുള്ള ഒരു സൈക്കിളായിട്ട് ഉണ്ടാകും. സോ ബാക്കി എത്ര വേസിൽ ബാക്കിയുള്ള ആൾക്കാരെ എഴുതാനാണ്. ബാക്കി ആരൊക്കെയുള്ളത്? S4 1 2 4 ആണുള്ളത് അല്ലേ. അവരെ നമുക്ക് 3 ആൾക്കാരെ എത്ര വേസിൽ എക്സ്പ്രസ് ചെയ്യാം? 3 ഫാക്ടോറിയൽ വേസിൽ എക്സ്പ്രസ് ചെയ്യാം. ഒരു സിഗ്മ ഓഫ് 3 ഈക്വൽ ടു 3 ഈ ഫോമിലല്ല, വേറെ ഏതെങ്കിലും ഒരു എലമെന്റ് സിഗ്മ ഓഫ് 2 ഈക്വൽ ടു 5 ആണ് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനിലാണെങ്കിൽ സെയിം തന്നെയാണ് വരുന്നത്. നമ്മളിവിടെ ചെയ്യുമ്പോൾ ഒരു എലമെന്റിന്റെ ഇമേജ് ഫിക്സ് ചെയ്യും. 2 5ലോട്ടാണ് പോകേണ്ടത്. ബാക്കിയുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് 1ന് എത്ര പോസിബിലിറ്റി ഉണ്ട്? 1ന് വേണമെങ്കിൽ 5 ഒഴികെയുള്ള ബാക്കി 4 പൊസിഷൻസിലോട്ട് മാപ്പിംഗ് വരാം. സിഗ്മ ഓഫ് 1 എന്ന് പറയുന്നത് 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം. വൺസ് സിഗ്മ ഓഫ് 1 നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഓഫ് 2 ഓൾറെഡി ഫിക്സ്ഡ് ആണ്. സിഗ്മ ഓഫ് 3 എന്ന് പറയുന്നത് സിഗ്മ ഓഫ് 3ക്ക് 3 പോസിബിലിറ്റീസേ ഉള്ളൂ. സിഗ്മ ഓഫ് 4ന് 2 പോസിബിലിറ്റീസേ ഉള്ളൂ. സിഗ്മ ഓഫ് 5ന് 1 പോസിബിലിറ്റിയേ ഉള്ളൂ. സോ ടോട്ടൽ നമുക്ക് 1 × 2 × 3 × 4 24 പോസിബിലിറ്റീസ് ആണ് വരുന്നത്. ഇനി ജസ്റ്റ് സബ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയാണ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് ബേസിക് ആയിട്ട് നോട്ട് ചെയ്ത് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമ്മൾ നോർമൽ സബ് ഗ്രൂപ്പും കോഷ്യൻ ഗ്രൂപ്പിലൊക്കെ പോകുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഈ സൈബർ തിയർ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിൻ്റെ സെക്ഷൻ. അതിലേക്കൊന്നും പോകാതെ ജസ്റ്റ് ഗ്രൂപ്പിൻ്റെ ആ സ്ട്രക്ചർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സബ് ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാം, ഒരു ഗ്രൂപ്പ് ജി ഉണ്ട്, അതിൻ്റെ ഒരു സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആകണം എന്ന് പറയണമെങ്കിൽ ജിയിൽ നമ്മൾ ജിയെ ഗ്രൂപ്പ് ആക്കുന്ന ആ ബൈനറി ഓപ്പറേഷൻ, ആ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ബൈനറി ഓപ്പറേഷൻ എച്ച് ഇറ്റ്സെൽഫ് എന്താകണം? ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എച്ചിന് ജിയുടെ സബ് ഗ്രൂപ്പ് എന്ന് പറയും. ഒത്തിരി എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് 2 എക്സാമ്പിൾ മാത്രമേ പറയുള്ളൂ. അപ്പോൾ R അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പാണെന്ന് അറിയാം. സോ അതിൻ്റെ സബ് ഗ്രൂപ്പായിട്ട് നമുക്ക് Q അണ്ടർ അഡീഷൻ പറയാം, Z അണ്ടർ അഡീഷൻ പറയാം. ഓക്കെ, അതേസമയം R അണ്ടർ അഡീഷൻ്റെ സബ് ഗ്രൂപ്പ് അല്ല Q പ്ലസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പിലുള്ള ഏതാണോ ബൈനറി ഓപ്പറേഷൻ, വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ബൈനറി ഓപ്പറേഷൻ ഗ്രൂപ്പ് സ്ട്രക്ചർ കിട്ടും. Q പ്ലസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അറിയാം അതൊരു ഗ്രൂപ്പ് ആകുന്നുള്ളത്, അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അതൊരു ഗ്രൂപ്പ് ആകുമെന്ന് നമുക്കറിയാം. പക്ഷേ അത് R പ്ലസിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് വരില്ല, കാരണം ഓപ്പറേഷൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി അതേത് ഗ്രൂപ്പ് ജി എടുത്തു കഴിഞ്ഞാലും ഐഡൻറ്റിറ്റിയും ആ ഗ്രൂപ്പ് ഇറ്റ്സെൽഫും അതിൻ്റെ സബ് ഗ്രൂപ്പ്സ് ആയിരിക്കും. ഇനി ഐഡൻറ്റിറ്റിയെ നമ്മൾ ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്ന് പറയും. ഐഡൻറ്റിറ്റി ഒഴികെയുള്ള ബാക്കി സബ് ഗ്രൂപ്പ്സിനെ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കും. ജിയെ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ജി അല്ലാത്ത ബാക്കിയുള്ള സബ് ഗ്രൂപ്പ്സ് പ്രോപ്പർ സബ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം.
let f equal to set of all real value functions on R. നമ്മൾ പഠിച്ചിട്ടുണ്ട് അണ്ടർ പോയിന്റ് വൈസ് അഡീഷൻ ഇതൊരു ഗ്രൂപ്പ് ആകുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കളക്ഷനിൽ നിന്ന് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അണ്ടർ അഡീഷൻ ഇതൊരു സബ് ഗ്രൂപ്പ് ആകും. അതുപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ ഇതൊരു സബ് ഗ്രൂപ്പ് ആകും. ഇനി സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് ഡിറ്റർമിനന്റ് 1 ആയിട്ടുള്ള n/n മെട്രിക്സിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള n/n മെട്രിക്സിന്റെ കളക്ഷൻ GLN of Rന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇതൊന്ന് നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് C അണ്ടർ അഡീഷൻ? നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ IR, സെക്കൻഡ് ക്വസ്റ്റ്യൻ πQ, തേർഡ് ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് ഓൾ π raised to n such that n belongs to n. C ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കളക്ഷൻ. C ആണ് നമ്മുടെ ഗ്രൂപ്പ്. അണ്ടർ അഡീഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹലോ, ഞാൻ ഓപ്ഷൻ എ ആയിരിക്കുമോ? IR എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണോ? എന്തുകൊണ്ടാ ആണെന്ന് പറഞ്ഞത്? റീസൺ എന്താ? ഇതിന് അണ്ടർ അഡീഷൻ ഗ്രൂപ്പ് സ്ട്രക്ചർ ഉണ്ടോ നോക്കിയാൽ പോരെ? രണ്ട് എലമെന്റ്സ് ഇതിൽ നിന്ന് എടുക്കുകയാണ്, AI, BI. അണ്ടർ അഡീഷൻ അത് AI + BI എന്ന് പറയുമ്പോൾ എഗെയിൻ A + B × I ആണ്. IR ഫോമിൽ തന്നെയാണ്, സോറി AI ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലുണ്ട് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്. ദെൻ സിയിലെ എല്ലാ എലമെന്റ്സിനും അണ്ടർ അഡീഷൻ അസോസിയേറ്റിവിറ്റി ഉണ്ട്. ഇൻ പെർട്ടിക്കുലർ IR എന്ന് പറഞ്ഞാൽ പ്യൂർലി ഇമാജിനറി ആയിട്ടുള്ള ആൾക്കാർ, അവർക്കും അസോസിയേറ്റിവിറ്റി ഉണ്ട്. അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഐഡന്റിറ്റി ഉണ്ടോ ഈ കളക്ഷനിൽ? സീറോ അഡീഷൻ. ആ, ഇങ്ങനെ നോക്കിയാൽ മതി. 6 0 ഇല്ലേ?
അപ്പോൾ ഐ കൊണ്ട് ആറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറിലുള്ള എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു എലമെന്റ് എന്ത് വരുന്നുണ്ട്, ഐ ഇൻറ്റു സീറോ എന്നുള്ള പോസിബിലിറ്റി വരുന്നത്. സോ അഡിറ്റീവ് ഐഡന്റിറ്റി സീറോ അവിടെ വരുന്നുണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. ഓക്കെ, ഇനി ഐ ആർ എന്ന് പറഞ്ഞ സെറ്റിൽ ഒരു എ ഐ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു. അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആരാ? മൈനസ് എ ഐ അല്ലേ? അതും ഇതിൽ വരില്ലേ? ആ, അതും ഇതിൽ വരുന്നുണ്ട്. സോ ഇൻവേഴ്സ് ഉണ്ട്. സോ അത് ഒരു സബ് ഗ്രൂപ്പാണ്. പൈ ക്യൂ സബ് ഗ്രൂപ്പ് ആവൂ? പൈക്യു സബ് ഗ്രൂപ്പ് വരില്ലല്ലോ. ഞാൻ ക്വസ്റ്റ്യനിൽ ഫോളോയിങ് ഈസ് സബ് ഗ്രൂപ്പ് എന്ന് വെച്ചത്. നോക്കട്ടെ, പൈ ക്യൂ സബ് ഗ്രൂപ്പ് ആവും. ക്ലോസ്ഡ് ആകുമോ? ക്യൂ എന്ന് പറയുമ്പോ റാഷണൽസ് അല്ലേ? പൈ ക്യൂ എന്ന് പറയുന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റാഷണൽസ് ക്യൂ എടുത്തു, അതിലത്തെ എല്ലാ എലമെന്റ്സിനെയും പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള എലമെന്റ്സിന്റെ ഫോം എന്ന് പറയുന്നത് പൈ ഇൻറ്റു എ അല്ലെങ്കിൽ എ ഇൻറ്റു പൈ ഫോമിലാണ്. അപ്പോൾ പൈ എ പ്ലസ് പൈ ബി എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു എ പ്ലസ് ബി അല്ലേ? എഗെയിൻ പൈ ക്യൂല് വന്നു. ഇപ്പൊ ക്ലോസ്ഡ് ആണ്. അതുപോലെ ക്യൂല് സീറോ ഉള്ളത് കൊണ്ട് പൈ ഇൻറ്റു സീറോ ചെയ്യുമ്പോൾ സീറോ കിട്ടുന്നുണ്ട്. അപ്പൊ അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ലേ? അപ്പം ക്യൂ നമ്മൾ എ ക്യൂ എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇൻവേഴ്സ് വരില്ലേ? ആ, എ ക്യൂ അല്ല, എ പൈ എന്ന് പറയുന്ന എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് മൈനസ് എ പൈ വരും. അതും സോ ഇതും സബ് ഗ്രൂപ്പ് ആയിരിക്കും അണ്ടർ അഡീഷൻ. ഇവിടെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സബ് ഗ്രൂപ്പ്സ് ഓഫ് സി. ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്താൽ മതി. ദെൻ ഈ കളക്ഷനോ? അത് സബ് ഗ്രൂപ്പ് ആകില്ലല്ലോ. ഇത് സബ് ഗ്രൂപ്പ് ആവില്ല. കാരണം എന്താ? ഐഡന്റിറ്റി വരുമോ? ക്ലോസ്ഡ് ആണോ ഇത്? ഈ കളക്ഷൻ എന്താണ്? ഇതൊന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു. ഈ കളക്ഷനിൽ വരാൻ ബിലോങ്സ് ടു സെറ്റ് ആണ്. പൈ വരും, പൈ സ്ക്വയർ, പൈ ക്യൂ, പിന്നെ പൈയുടെ നെഗറ്റീവ്. ഇനി ഇതിലത്തെ ഏതെങ്കിലും രണ്ട് എലിമെന്റ്സ് ഒന്ന് ആഡ് ചെയ്തു. അത് ക്ലോസ്ഡ് ആയിരിക്കും. പൈ പ്ലസ് പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പൈയുടെ ഒരു പവർ ആയിട്ട് എഴുതാൻ പറ്റില്ല. പൈ പ്ലസ് പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈ പ്ലസ് പൈ സ്ക്വയർ തന്നെയാണ് അല്ലേ? അപ്പൊ ഇത് ക്ലോസ്ഡ് അല്ല. ഇത് എന്തല്ല? സബ് ഗ്രൂപ്പ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സബ് ഗ്രൂപ്പ്സ് ഓഫ് GLN of R under multiplication? n by n matrices with the determinant 2. Determinant GLN of R എന്ന് പറഞ്ഞാൽ n by n matrices with the determinant നോൺ സീറോ ആണ്. അതിൽ നിന്ന് ഡിറ്റർമിനന്റ് 2 ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ അത് സബ് ഗ്രൂപ്പ് ആയിരിക്കില്ലേ? സബ് ഗ്രൂപ്പ് ആയിരിക്കും. അണ്ടർ മൾട്ടിപ്ലിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കളക്ഷനിൽ ആരെ മാത്രമേ എടുത്തിട്ടുള്ളൂ? ഡിറ്റർമിനന്റ് 2 ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഈ കളക്ഷനിൽ വരുമോ നോക്കണം. ഞാൻ എ എടുത്തു, ബി എടുത്തു. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 2 ആണ്, ഡിറ്റർമിനന്റ് ഓഫ് ബി ഈക്വൽ ടു 2 ആണ്. എ ബിയുടെ ഡിറ്റർമിനന്റ് എന്താ? എ ഇൻറ്റു ബി. എൻ്റെ ഡിറ്റർമിനന്റ് എന്താ വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഡിറ്റർമിനന്റ് ഓഫ്
എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് എ എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഡിറ്റർമിനന്റ് ഓഫ് ഓഫ് ബി. ബി ആണ്. അപ്പോൾ എ ബിയുടെ ഡിറ്റർമിനന്റ് നമുക്ക് എന്താ വരിക? 4 ആണ് വരുന്നത് അല്ലേ, 2 അല്ല. അപ്പൊ ഈ അപ്പോൾ എ ബി കളക്ഷനിൽ വരില്ല. ഒരിക്കലും എയും ബിയും ഉണ്ടെങ്കിൽ എ ബി ഒരിക്കലും ഇവിടെ വരില്ല, ഈ കറക്ഷനിൽ വരില്ല. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് n by n matrices with no zeros on the diagonal. ഇതൊരു സബ് ഗ്രൂപ്പ് ആകും, കാരണം സീറോസ് ഡയഗണലി സീറോസ് വരുന്നില്ലെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും സീറോസ് വരില്ല. ജസ്റ്റ് എഴുതി നോക്കിയാൽ കമ്പ്യൂട്ട് ചെയ്താൽ കിട്ടാവുന്നതാണ്. അതൊന്ന് എഴുതി നോക്കുക. ഓക്കെ, അടുത്തത് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ കളക്ഷൻ എടുത്താൽ അതും സബ് ഗ്രൂപ്പ് ആകും. അതും നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. സബ് ഗ്രൂപ്പ് ടെസ്റ്റ് ഇതിലൂടെ പറഞ്ഞെത്താം. ഇത് ഫെമിലിയർ ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സബ് ഗ്രൂപ്പ് ആണോ ചെക്ക് ചെയ്യാൻ എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആണോ നോക്കിയാൽ മതി. ഫോർ എവരി എ ബി ബിലോങ്സ് ടു എച്ച്, എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങളൊന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഏത് കോളേജിലാണ് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് സംസാരിച്ചാൽ വളരെ നല്ലത്. Good evening, ma'am. I'm Meera. I'm from Devagiri College, Calicut. Today's class was really a very nice experience for me because I find problems with group theory, and it was really a helpful class for me, and it was really understandable. Thank you so much for taking a class in such a legible manner. Looking forward for more sections from your part. Thank you, ma'am. Thank you, Meera. മാം, എൻ്റെ പേര് എലിസബത്ത്. ഞാൻ കോതമംഗലം മാർത്തണ്ഡേസ് കോളേജിലാണ് പഠിക്കുന്നത്. മാമിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ അന്ന് ഞങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് അന്ന് കയറാൻ പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഇതിന് മുന്നേ കണ്ടിരുന്നു. ആ ക്ലാസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്സ് മാമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാം. Thank you, Elizabeth. മാം, ഞാൻ നീലിമ, ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് വളയഞ്ചിറങ്ങരയാണ് പഠിക്കുന്നത്. ഞങ്ങളിപ്പോൾ പോർഷൻ തീർത്തിട്ടേ ഉള്ളൂ, 5th സെം. അപ്പോൾ ഇപ്പം ഞാൻ പഠിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മാം, ഈ കഴിഞ്ഞ പ്രോബ്ലത്തിലൊരു സംശയം ചോദിച്ചോട്ടെ. ഈ നോൺ സീറോ ആയിട്ടുള്ള മെട്രിക്സുകൾ അല്ല, സീറോ ഇല്ലാത്ത മെട്രിക്സുകൾ എങ്ങനെയാ അപ്പോൾ ഗ്രൂപ്പ് ആവുക? ഡയഗണലി സീറോസ് വരാത്ത അപ്പൊ അതിൽ ഐഡന്റിറ്റി മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യോ? ഡയഗണലിലാണ് നോൺ സീറോ എലിമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ എടുത്തിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷനിൽ ഐഡന്റിറ്റി ആരാണ്? ഡയഗണലി 1 ബാക്കി 0. ഡയഗണലി എന്താണ്? ഡയഗണലി 1 അല്ലേ, അപ്പൊ ഐഡന്റിറ്റി എന്തായാലും ഉണ്ട് അതില്. ഓക്കെ താങ്ക് യു സോ മച്ച്. ഇനി ഇങ്ങനെ നോക്കിയാൽ മതി. ഈ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടെസ്റ്റ് വെച്ച് ചെക്ക് ചെയ്താൽ മതി. എ ബി 2 മെട്രിക്സ് എടുത്തു. 2 ആൾക്കാർക്കും ഡയഗണലി എൻട്രീസ് നോൺ സീറോ ആണ്. അപ്പോൾ എ ബി ഇൻവേഴ്സ് ആ കളക്ഷനിൽ ഉണ്ടോ നോക്കിയാൽ മതി. എയുടെ ഡയഗണലി നോൺ സീറോ എൻട്രീസ് ആണ്. ഇനി ബി ഇൻവേഴ്സിൽ എന്താണ് അവസ്ഥ? ബി ഇൻവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. അപ്പോൾ ഡയഗണലി നമുക്ക് നോൺ സീറോ എലിമെന്റ്സ് ആണ്. അതിനെ നമ്മൾ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം. എഗെയിൻ അത് നോൺ സീറോ ആയിട്ടാണ് വരിക. ഇനി പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും ഡയഗണലി സീറോ വരില്ല. അണ്ടർ അഡീഷന് പെട്ടെന്ന് അതാവും ഡൗട്ട് വന്നത്. അതാവും. താങ്ക് യു.
ഓക്കെ, താങ്ക് യു നീലിമ. യെസ്, ഹലോ യെസ്. ഹലോ മാം, എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ കോതമംഗലം മാർത്തനേഷ്യസ് കോളേജിലാണ് പഠിക്കുന്നത്. ആം, ഞാൻ ഫസ്റ്റ് ക്ലാസ് ഞാൻ കേട്ടിരുന്നു. അതുപോലെ തന്നെ ഇത്തവണത്തെ ക്ലാസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഈ കോൺജുഗസി ക്ലാസ് എന്നുള്ള ആ ഒരു ടോപ്പിക്, അതുപോലെ തന്നെ സെൻട്രലൈസർ എന്നുള്ള ആ ഒരു ടോപ്പിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞങ്ങൾ കോളേജിൽ പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ടോപ്പിക് രണ്ടും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ അതുപോലെ മാം ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ജാം എക്സാം അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും PG എൻട്രൻസ് എക്സാമിനൊക്കെ എങ്ങനെയാണ് നമുക്ക് ഗ്രൂപ്പ് ടിയിലെ പ്രോബ്ലംസ് വരുന്നത്, ഗ്രൂപ്പ് തിയറി ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. സോ താങ്ക് യു സോ മച്ച് മാം. ഇനിയും ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു ലക്ഷ്മി. നമുക്ക് ഏതായാലും ശ്രുതി ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ശ്രുതി. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ശ്രുതി വളരെ വളരെ എന്താ പറയാ, വളരെ ശാന്തമായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശ്രുതി ക്ലാസ് എടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ. ഏതായാലും ഒരു നല്ല ടീച്ചറായി മാറട്ടെ. താങ്ക് യു സർ. താങ്ക് യു ശ്രുതി. ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.